എത്ര നേരമായി ഞങ്ങൾ വന്നിട്ട് വെട്ടി വിഴുങ്ങിട്ട് കിടന്നുറങ്ങുവാ. അതിന് നിങ്ങളാരും കഥവ് മുട്ടിയില്ലല്ലോ. ചെവിയും കേൾക്കത്തില്ല, കോളിംഗ് ബെൽ അടിച്ചത് കേൾക്കത്തില്ലായിരുന്നോ? അതെ, കുക്കു എന്നുള്ള ഈ കോളിംഗ് ബെല്ലിന്റെ ശബ്ദമൊന്നും ഈ വീട്ടിലെ ബഹളത്തിൽ കേൾക്കൂലെന്നേ. മൊത്തം അടിച്ചു പോയെന്നാ തോന്നുന്നു. നിങ്ങൾക്ക് വാതിൽ മുട്ടായിരുന്നില്ലേ? കഥകല്ല നിങ്ങളെ. ഇല്ല ചക്കരെ, നിങ്ങൾ എല്ലാരെയും കണ്ടിട്ട് എത്ര നാളായി. വാടാ ചക്കരെ. കൊളവാക്കുന്ന തോന്നുന്നു. എടാ കൊരങ്ങ തലയാ, നിന്റെ തലയടിച്ച് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഇവൻ എന്തിനാണോ കൊണ്ടുവന്നത്? എടി, നീ ഈ തെണ്ടികളുടെ കൂടെ ചുറ്റിയാ നിന്നെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും. ആരുടെ തല്ലിപ്പൊളി? നീ തന്നെയാടാ. എന്താ മുത്തശ്ശി ഇത്രയും ദൂരത്തുനിന്ന് കാണാൻ വന്നിട്ട്? നിങ്ങളുടെ സ്നേഹപ്രകടനം കഴിഞ്ഞു. എവിടെയാ പോകുന്നത്? പിന്നെ വാതിൽക്കൽ എന്തിനാ വെള്ളം? ചുമ്മാ തന്നെ വാടാ വാടാ തല്ലി. എന്റെ ബെഡ്റൂം എവിടെ? ഡാ ബെഡ്റൂമിലല്ലടാ, ബാത്റൂമിൽ പോടാ. മാറ്റടിക്കുന്നു. മണമുണ്ടോ? ഛർദിക്കാൻ വന്നു. അതിനുള്ളിൽ പോയ അടിച്ച മഹാഭാവി, എനിക്ക് മനസ്സിലായില്ലോടാ. കൈ താഴെയിട, നാറ്റ് സഹിക്കാൻ വയ്യ. എന്താണ് നിന്റെ ആളെ കേസ് എന്നൊക്കെ പറഞ്ഞേ? കേസൊന്നും അല്ലടാ, ഗെയ്സ്. നേരിടാ. ശരി, ഇപ്പൊ തന്നെ അടിച്ചിട്ടേക്കാം. എന്താ ഗാങ്ങായിട്ട് വന്നിരിക്കുന്നേ? എക്സ്ട്രാ ഫിറ്റിങ്ങോടെ അളിയനല്ലേ അറിയാം. അളിയ, ചേച്ചി എന്തി കിച്ചണിലുണ്ടാവും. ശരി, പോയി നോക്കാം. അളിയ, ആ 2 ലക്ഷത്തിന്റെ കാര്യം എന്തായി? 2 ലക്ഷം എന്ത് ചെയ്യാനടാ? ഈ ആവേശം നിങ്ങളുടെ ജോലിയിൽ കാട്ടിയിരുന്നെങ്കിലോ? അതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വരേണ്ട കാര്യമുണ്ട്. അതും തീർന്നു പോയി. ഫുഡ് റെഡി ആയിട്ടുണ്ട്, പോയി കഴിച്ചിട്ട് വേണം. അളിയ, 2 ലക്ഷത്തിന്റെ കാര്യം മറക്കല്ലേ, ഞങ്ങൾ ഉടനെ വരാം. ശരി ശരി. ചേച്ചിയുടെ ചെയിൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഹായ് ചേച്ചി. ഹലോ, എക്സ്ക്യൂസ് മീ. അന്ന് കണ്ടതിനേക്കാളും ചേച്ചി ഒരുപാട് മെലിഞ്ഞു പോയല്ലോ. അധികം വേണ്ട, അതിരിക്കട്ടെ. ഇന്നലെ വരുമെന്ന് മുത്തശ്ശിയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് നേരത്തെ പുറപ്പെട്ടു. വരുന്ന വഴിക്ക് ഒരു ദാഹശാന്തി. അതെ, ദാഹശാന്തി എന്ന് പറഞ്ഞാൽ വെറും മോരും വെള്ളം ചേച്ചി. നിന്നെ നിന്റെ ഫ്രണ്ട്സിനെയും കണ്ടാലറിയാം ഇന്നലെ എന്താ സംഭവിച്ചെന്ന്. അത് ചേച്ചി. എന്താണ് ചേച്ചി ഇന്ന്? എന്റെ ചേച്ചി നിനക്ക് ഏട്ടത്തിമ്മ. ഇത് ഞാൻ കെട്ടാൻ പോണ പെണ്ണ്. എങ്ങനെയുണ്ട്? ഇനി ഒരു പ്രാവശ്യം കൂടി ഇവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞ എന്റെ മനസാക്ഷി ഞാൻ അങ്ങോട്ട് മറന്ന് ഈ കത്തി കൊണ്ട് കുത്തി കേട്ടു ഞാൻ. അങ്ങനെ പറയാ ചേച്ചി. ഞങ്ങൾക്കൊരു സമയം വരും, അപ്പോ ഈ ലവ് സ്റ്റോറി ഗൗതമേനനെ വെച്ച് ഞങ്ങൾ സിനിമയാക്കും. എടാ ആവശ്യമില്ലാത്ത ബിൽഡപ്പ് ചെയ്യല്ലേ. ഷൈലു, സായി അവന്റെ ഫ്രണ്ട്സും എല്ലാം വന്നല്ലോ. ഞാനൊന്ന് കാശിക്ക് പോയിട്ട് കിട്ടോ മുത്തശ്ശി? നിങ്ങളുടെ ജോലിയെ ഞാനുണ്ടല്ലോ, എന്നിട്ട് കാശി പോയിട്ട് സെറ്റിൽ ആയിക്കോ. അതിനല്ലടാ സായി, എനിക്ക് കാശി പോയി അവിടുത്തെ തീർത്ഥജലം കൊണ്ടുവന്ന് ഈ വീട് മുഴുവൻ തളിച്ചാലേ ഒരു സമാധാനാവുള്ളൂ. വേറെ പിച്ചും പേയും പറയാ. എടാ സായി, ഈ വീട്ടില് പ്രേതം ഉണ്ടടാ. എന്താ മുത്തശ്ശി പറയുന്നത്? പ്രേതമെന്ന് കണ്ടോ? ഇവന് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ചേച്ചി എന്നതാ ഈ പറയുന്നേ? മുത്തശ്ശി തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല. മുമ്പൊക്കെ ആരോടും പറയാതെ തന്നെ ഇറങ്ങി പോവും. ഭാഗ്യം ഇപ്പൊ പറഞ്ഞിട്ടെങ്കിലും പോകുന്നുണ്ടല്ലോ. ശരി ശരി, ഞാൻ കാശിക്ക്. വെറുതെ മനുഷ്യനായിട്ട് പേടിപ്പിച്ച്. എന്തോ ഈ പറയുന്നേ? നീ പ്രേതത്തിൽ വിശ്വസിക്കുന്നു? നിനക്ക് വിശ്വാസം ഉണ്ടോന്ന് ഞാൻ ചോദിക്കായിരുന്നു. എടാ, പ്രേതം എന്ന് പറഞ്ഞാൽ ഞാൻ മൂത്രം ഒഴിക്കൂടാ. കുഞ്ഞുങ്ങൾ എന്ത് ചേച്ചി? മുകളിലുണ്ട്. നിങ്ങളുടെ റൂം മുകളിലാണ് ചേച്ചി. അതെ പോയി.
കാവ്യ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാ കാവ്യ. എന്റെ പാവകളെല്ലാം നിനക്ക് തരാം. ഇടയ്ക്കിടയ്ക്ക് കിൻഡർ ജോയും വാങ്ങിത്തരാം. ശരിക്കും പേടിയാവുന്നടാ. പ്രേതം ഉണ്ടടാ. ഏയ് കൊച്ചു കുഞ്ഞുങ്ങളെ കാണാൻ വന്നാടാ, നീ അവരുടെ മുഖത്തോട്ട് നോക്കിക്കേ. നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം എടുത്തു കള. ഇവിടെ പ്രേതമില്ല, ഒന്നുമില്ല. ഞാൻ എല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പൊ ഫ്രഷ് ഫ്രഷ് ഫ്രഷ്. കുട്ടികളുടെ മുമ്പിൽ പ്രേതത്തെ കുറിച്ച് പറയാൻ പാടില്ല. നമ്മുടെ കുട്ടികളും വെള്ളവുമില്ല, ചതിയുമില്ല. എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ നാട്ടിൽ നിന്ന് എന്തോ കൊണ്ടുവന്നറിയാം. എന്താണ് വാങ്ങിക്കൊണ്ട് വന്നത് അങ്കിൾ? 2 മങ്കീസിനെ കൊണ്ടുവന്നു. എങ്ങനെയുണ്ട്? 2 മങ്കീസ് അല്ല അങ്കിൾ, 3 മങ്കീസ്. അത് കൊള്ളാം. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നടക്കരുതടാ. അത് കറക്റ്റ്. ഞാൻ ചെയ്യുന്നത് കണ്ടോ? ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പൂച്ച വരും. എന്തോ ആടാ ഇത്? കുഞ്ഞു പൂച്ച നായ ഒന്നും വേണ്ടളിയാ. നീ പറയുമ്പോഴേതാ ഈ മിമിക്രി ഒന്നും ഇവരുടെ മുമ്പിൽ ഏക്കത്തില്ല. എന്തെന്ന് അങ്കിൾ ഇഞ്ചി എന്ന കുരങ്ങനെ പോലെ ചിരിച്ചോണ്ടിരിക്കുന്നു, നിങ്ങൾ ചിരിക്കത്തില്ല? സോറി പറ. സോറി പറ. സോറി പറ. ഏയ് പ്രതിമ പോലെ നിങ്ങൾ പറയുന്നില്ലയോ? ഇപ്പൊ വേണ്ട, ഞങ്ങൾ കുളിച്ചിട്ട് വരാം. അത് കഴിഞ്ഞാൽ സോറി പറ. അപ്പൊ പറയണം. പോകടാ. അങ്കിൾ, എന്താ എന്താ ഈ അങ്കിളിനോട് ഓവർ ആക്ഷൻ കാണിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഓവർ ആക്ഷൻ കാണിച്ച എന്റെ ചേച്ചി പിന്നെയും കിൻഡർ ജോയ് വാങ്ങി തരേണ്ടി വരും. ഇങ്ങോട്ട് നോക്കു വെച്ചാ, എന്റെ ഫ്രണ്ട് എനിക്ക് കിൻഡർ ജോയ് വാങ്ങിച്ചാലും ലോലിപോപ്പ് വാങ്ങിച്ചാലും വേണമെങ്കിൽ ഒരു 5 സ്റ്റാർ വാങ്ങിച്ചു തരും. നോക്കിക്കോ. ബൈ ബൈ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, പ്രാന്താണ്. സൂസി, ഏയ് എഴുന്നേക്കടാ. എടാ എഴുന്നേക്കടാ. അളിയന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ പണം മേടിച്ചിട്ട് ഗോവയിൽ പോയി അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയിട്ട് എന്ത് ചെയ്യൂടാ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പ്ലാൻ ഇല്ലാതെയാണോ ഗോവ ട്രൗസർ, ഗോവ ഷർട്ട്, ഗോവ ഗിത്താറൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? ഇവനോട് എഴുന്നേക്കാൻ പറ. എഴുന്നേക്കടാ. എഴുന്നേക്കാനല്ലേ പറഞ്ഞത്. എടാ എഴുന്നേക്കാ. അളിയ സമയം 12 മണിയായടാ. കുറച്ച് കഴിഞ്ഞാൽ 1 മണിയാവും. അതിനെന്താ? എടാ ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ. നിർത്തിക്കേ. എങ്ങനെയെങ്കിലും ഗോവയിലേക്ക് പോയാൽ മതി ഞാൻ വിചാരിക്കുന്നത്. അതൊന്ന് പ്ലാൻ ചെയ്യടാ. അപ്പോ പിന്നെ അതെനിക്കറിയില്ലേ ബ്രോ. ഗോവയ്ക്ക് പോകണമെങ്കിൽ പണം വേണം. പണം ആര് തരും? അളിയൻ തരും. അളിയന്റെ അടുത്തു നിന്ന് പൈസ എങ്ങനെ കിട്ടുമെന്ന് ആലോചിക്കടാ തെണ്ടികളെ. മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ആരാടാ ബൊമ്മ എടുത്തിന്റെ മുഖത്തെറിഞ്ഞത്? എന്ത് കണ്ടാലും മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്ക് ഓർമ്മ വരും. ശരിയാ, മുത്തശ്ശി അപ്പോഴേ പറഞ്ഞതാ ഈ വീട്ടിലൊരു ഭയങ്കര പ്രേതം ഉണ്ടെന്ന്. എനിക്ക് അത് തന്നെയാ തോന്നുന്നത്. നീയെ ഒരു പ്രേതമല്ലേടി. നിനക്ക് തോന്നുന്നെങ്കിൽ ശരിയായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ഏതോ ഒരു പ്ലാനറ്റിൽ ചെന്ന് നിൽക്കുന്നത് പോലെയാ. പ്രേതം ഭൂതം പേടിപ്പിക്കാനായിട്ട്. അതും ഈ കളിക്കുന്ന പാവ ദേഹത്ത് വീണാനോ? ചുമ്മാ അത് കളിക്കുന്ന പാവയല്ലടാ, അപ്പോഴേ മുത്തശ്ശി പറഞ്ഞതാ പ്രേതമാണെന്ന്. ഇപ്പോ നമ്മുടെ മുത്തശ്ശിയുടെ മുമ്പിൽ പ്രേതം വന്നിരുന്ന നമ്മുടെ മുമ്പിൽ വരണ്ടടാ. ഇത് വെറും തോന്നലാടാ. നിങ്ങൾക്ക് കാണുന്നതൊക്കെ പ്രേതമാണെങ്കിൽ എന്നെ വെറുതെ മുത്തശ്ശി പറഞ്ഞല്ലേ, ഒരുപക്ഷെ അത് സത്യമായിരിക്കും. ഓക്കെ ഓക്കെ, പ്രേതം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് പ്രേതം ഇവിടെ. പറയടാ. പേടിക്കണ പേടിക്കണ. ഇത് ഉറപ്പായിട്ടും പ്രേതം തന്നെയാടാ.
വിടടാ. പ്രേതമേ പേടിച്ചോറി. ഇമാതിരി വേഷം കെട്ടുന്നത് ഞങ്ങളടുത്ത് വേണ്ട. എടി പ്രേതമേ, ഈ ജിൽ ജിൽ ശബ്ദമൊന്നും ഞങ്ങളടുത്തൊന്നും വേണ്ടട്ടോ. ഞങ്ങൾ നാഗവല്ലിയെ കണ്ടിട്ട് വന്നവളാടി. നിനക്ക് അത്രക്ക് അന്തസ്സും ആഭിജാതി ഉള്ളവളാണെങ്കിൽ വെല്ലുവിളിക്കുന്നടി. ഒരപ്പനെ പറഞ്ഞവളാണെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വന്ന് എന്റെ ഫ്രണ്ടിന്റെ മേലെ കൈവെക്കടി. ധൈര്യം ഉണ്ടെങ്കിൽ. നീയും പ്രേതം തമ്മിലല്ലേടാ പ്രശ്നം. അതിനിടയ്ക്ക് ഈ പാവ എന്നെ എന്തിനാണ് വലിച്ചഴിക്കുന്നത്? എന്നടി പേടിപ്പിക്കുന്നേ? കിളവിയെ പേടിപ്പിച്ചില്ലേ? ഇവിടെ ഇപ്പോ ഞങ്ങൾ നാല് ആളുകളുണ്ടീ. എന്തിനാണ് നിങ്ങളുടെ കൂടെ എന്നെ ചേർത്ത് പറയുന്നത്? ഇരുട്ടത്ത് തന്നെ ആണായിട്ട് അടി കാണുന്നത്. എന്താണ് നമ്മൾ ബഹളം ഉണ്ടാക്കുമ്പോ പ്രേതം മിണ്ടാണ്ടിരിക്കുന്ന കണ്ടോ? പുളിച്ച തെറി വിളിച്ചു പറയടാ. എന്താ വായിലൊന്നും വരുന്നില്ലേ? പുളിച്ച തെറി വിളിച്ചു പറയടാ. വായി തോന്നി തെറിയെല്ലാം വിളിച്ചു പറയടാ. തെറി കേട്ടാ നിന്റെ ഭർത്താവ് നിന്നെ വിട്ട് പോകോടി. ഈ ഭരണിയിലെ പാട്ട് എപ്പോഴും ഭരണിപ്പാട്ട്. ശരി, പാടിക്കോ. നിന്നോട് പ്രത്യേകം പറയണ പാറി. നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോട്ടെ. എന്നെ ഒച്ചയത് നീ പറയടാ. നീ ഭയങ്കര അലമ്പ് പെണ്ണുപിള്ളേ. നീ ഒന്നും പറഞ്ഞു. നോ സൗണ്ട് എന്ന് വെച്ചാ പ്രേതം പേടിച്ചു. ഇപ്പൊ നമുക്ക് പുറത്തോട്ട് പോണോക്കി ഒന്ന് പ്ലാൻ ചെയ്യണം. സൂപ്പറാടാ. ഇപ്പൊ ആരാ പാടാൻ പോകുന്നത്? ഞാൻ തന്നെ. നിനക്ക് വർത്താനം തന്നെ ശരിയാത്തില്ല. പ്രിയ പാട്. പാടടി. നന്ദി പറയാൻ നിന്നോട്, നന്ദി പറയാൻ. ആദ്യം നീ അകത്തേക്ക് പോടാ. എന്താടാ ചെയ്യുന്നത്? അളിയാ, പ്രേതത്തിനെ പേടിപ്പിക്കുന്ന പോലെ പാടാ. ഞാൻ നോക്കട്ടെ. ഞങ്ങളെടുത്ത് ചോര കുടിക്കാൻ ഈ പാട്ട് കേട്ടാ പ്രേതം സത്യമായിട്ട് പോകൂടാ. എവിടെടി പ്രേതം? അമ്മേ, ചേച്ചി എനിക്ക് അടിയുള്ള ശക്തിയില്ല ചേച്ചി. ഞാൻ കാല് പിടിച്ച് പറയാ ചേച്ചി. എന്നെ വെറുതെ വിട്ടുകൂടെ ചേച്ചി? പോയോടാ അമ്മേ, എന്താടാ ഇത്? അമ്മേ, എന്നെ തൊട്ട് നോക്ക്. അടി താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അയ്യോ, അതായത് അവൻ പാടിയപ്പോ ഞാൻ പാടിയത് ഒരു ടെസ്റ്റ് ചെയ്തതാ. അയ്യോ, അടിക്കണ്ടേ ചേച്ചി. അയ്യോ എന്ത് പറഞ്ഞാലും അടിക്കാൻ പോകണം. കണ്ണു ചോരല്ലാത്ത ചേച്ചി ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്നത് എന്താ ചേച്ചി? കണ്ണു ചോരല്ലേ നിങ്ങൾക്ക്? ഇതിനു മുമ്പേ വരാൻ പറഞ്ഞപ്പോ വന്ന് പോകാൻ പറഞ്ഞപ്പോ പോയി. ഞാൻ പറയുന്നത് ഇപ്പൊ പോകാൻ. കണ്ണി ചോരയില്ലാത്ത അടി. അയ്യോ